ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെല്ലാവർക്കും നേരിട്ടേക്കാവുന്ന ഒരു ദുരനുഭവമാണ് നമ്മുടെ SD കാർഡിലോ അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ ഹാർഡ് ഡിസ്കിലോ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന വിലപ്പെട്ട നമ്മുടെ പഴയകാല ഫോട്ടോകൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഡോക്യുമെൻ്റ് ഇത് അബദ്ധവശാൽ ഡിലീറ്റ് ആക്കപ്പെടുക എന്നത്. അങ്ങനെ ഡിലീറ്റ് ആക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറേജുകൾ ഏതെങ്കിലും ഫോർമാറ്റ് ആയിപ്പോയാൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പലരും അത്തരമൊരു സന്ദർഭം വരുമ്പോൾ പാനിക്കാവും, പലരുടെയും ജോലി വരെ നഷ്ടപ്പെട്ടെന്നിരിക്കാം ഇത്തരം സംഭവങ്ങളിലൂടെ. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ട് റിക്കവർ ചെയ്യാനാവും. അപ്പോൾ ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ സ്റ്റോറേജുകളിൽ നിന്നും ഡിലീറ്റായ ഫയലുകൾ അത് തിരിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ഞാൻ വീഡിയോ തുറന്ന് കണ്ടുവെച്ചോളൂ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ് പേജിൽ വരും. 4DD വിൻഡോസ് ഡാറ്റ റിക്കവറി പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേജാണിത്. ഇവിടെ നമുക്ക് 2000-ൽ പരം സ്റ്റോറേജ് ഡിവൈസുകളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ഫയലുകൾ റിക്കവർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രീ ഡൗൺലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ക്രോമിൻ്റെ വലത്ത് സൈഡിലായിട്ട് ഇതുപോലെ ആ ഒരു ഡൗൺലോഡിങ് പ്രോഗ്രസ് കാണിക്കും. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. വെറുതെ നെക്സ്റ്റ് അമർത്തിയാൽ മതി, സോഫ്റ്റ്വെയർ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇവിടെ നമുക്ക് ഹാർഡ് ഡ്രൈവ് എന്ന സെക്ഷനിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ലോക്കൽ ഡ്രൈവുകൾ, അതുപോലെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡ്രൈവുകൾ, റീസൈക്കിൾ ബിൻ, ഫോൾഡറുകൾ, വിൻഡോസ് ബാക്കപ്പ് ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം കാണിക്കുന്നത്. ഇതുകൂടാതെ SD കാർഡിൽ നിന്നും ക്യാമറ റിക്കവറി, ക്ലൗഡ് ഡ്രൈവ്, ക്രാഷ്ഡ് PC, NAS ഡാറ്റ റിക്കവറി, ഫയൽ റിപ്പയർ, പിന്നെ ടൂൾ ബോക്സിൽ നിന്ന് ഇങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇതിൽ കാണാം. നമ്മളിവിടെ ആദ്യത്തെ ആ ഒരു ഹാർഡ് ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ റിക്കവർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ കാണിക്കുന്ന H എന്ന ഡ്രൈവാണ്. ഇതിപ്പോൾ empty ആണ്, എന്നാലും ഞാൻ എന്തായാലും ഒന്നും കൂടി ഫോർമാറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇതിനുള്ളിൽ empty ആണെന്ന് അല്ലേ, ഫയലുകളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഫോർമാറ്റ് ചെയ്തു, എന്നിട്ട് ഞാനൊന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എക്സ്റ്റേണൽ ഡ്രൈവ് എന്നുള്ളതിൽ ആ ഒരു ഡ്രൈവ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളോട് ഏതെല്ലാം ടൈപ്പിലുള്ള ഫയലുകളാണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻറ്റ്, ഓഡിയോ, അതേഴ്സ്, സിസ്റ്റം ഫയൽ എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻറ്റ്, ഓഡിയോ എന്നത് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്കാൻ സെലക്റ്റഡ് ഫയൽ ടൈപ്സ് എന്നത് അമർത്തുക. അങ്ങനെ അമർത്തി കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മുടെ ആ ഒരു ഡ്രൈവിന് ഈ ഒരു സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എത്ര % സ്കാൻ ചെയ്ത് കഴിഞ്ഞു, എത്ര ഫയൽസ് അത് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, എത്ര GB ഉണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഇവിടെ താഴെയിട്ട് കാണാൻ സാധിക്കും. ഇടത് സൈഡിലായിട്ട് നമുക്ക് പാത്ത് എന്നും ടൈപ്പ് എന്നും 2 ടാബുകൾ കാണാം. ഈ പാത്ത് എന്നതിന് കീഴെയായിട്ടും അതുപോലെ അതിൻ്റെ വലത് സൈഡിലായിട്ടും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ മുൻപുണ്ടായിരുന്ന ഫോൾഡറുകൾ ഏതാണെന്ന് ഇതുപോലെ ലിസ്റ്റ് ചെയ്യും. ടൈപ്പ് എന്നതിൽ സെലക്ട് ചെയ്തതിനാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോട്ടോ, വീഡിയോ, ഡോക്യുമെൻറ്റ്, ഓഡിയോ എന്നിങ്ങനെയുള്ള വിവിധ കാറ്റഗറികളായിട്ട് ആ ഫയലുകൾ ഏതൊക്കെയാണെന്നും ഇതുപോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര ഫോട്ടോ ഉണ്ട്, എത്ര വീഡിയോ ഉണ്ട്, എത്ര ഡോക്യുമെൻ്റ് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എന്നതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ PNG ഫോർമാറ്റിലാണോ, JPG ഫോർമാറ്റിലാണോ, PSD ഫോർമാറ്റിലാണോ, അങ്ങനെ പിക്ചറുമായി ബന്ധപ്പെട്ട് ഏതേത് ഫോർമാറ്റിലുള്ള ഫയലുകളാണ് ഈ ഒരു ഹാർഡ് ഡിസ്കിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുക എന്നിവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വീഡിയോ, ഡോക്യുമെൻ്റ് എന്നിങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്താലും അതിന് കീഴിൽ ഏതെല്ലാം ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാനാകുമെന്ന് ഇതുപോലെ കാണിക്കും. പാത്ത് എന്നത് സെലക്ട് ചെയ്തിട്ട് ഫയൽ പാത്ത് ലോസ്റ്റ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹാർഡ് ഡിസ്കിനുള്ളിലുള്ള വിവിധ ഫോൾഡറുകൾ ഏതൊക്കെയായിരുന്നോ അതൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും. ഓരോ ഫോൾഡർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണാനും സാധിക്കും അതിനുള്ളിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ കണ്ടൻറ്റ് വലത് സൈഡിൽ കാണിക്കുമ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രിവ്യൂവിനോടൊപ്പം തന്നെ മറ്റു ഫയലുകൾ ഏതൊക്കെ റിക്കവർ ചെയ്യാനാകുമെന്നും അതിൻ്റെ പ്രിവ്യൂവും ഇതിന് താഴെ ഇട്ട് ഇതുപോലെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കാണാം. ഇനി എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്യുന്നതെന്ന് നോക്കിയോ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡറിനുള്ളിലുള്ള ഇതുപോലത്തെ കുറച്ച് പിക്ചറുകളുടെ പ്രിവ്യൂ കാണുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് റിക്കവർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഏതാണ് റിക്കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ടിക്ക് ഇടുക. ആ ടിക്ക് ഇട്ടതിന് ശേഷം ഇവിടെ റിക്കവർ എന്ന് അമർത്തുക. റിക്കവർ എന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് ഏത് ഫോൾഡറിലേക്കാണോ റിക്കവർ ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹാർഡ് ഡിസ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ ഡെസ്ക്ടോപ്പിലോ മറ്റ് ഡ്രൈവുകളിലുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിക്ചറുകൾ ഇതുപോലെ സെലക്ട് ചെയ്തു. അതിനുശേഷം റിക്കവർ കൊടുക്കുകയാണ്. ഞാനിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. HDD റിക്കവറി എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സേവ് നൗ എന്ന് കൊടുത്തു.
ഇത്രയും ചെയ്താൽ മതി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ആ സെലക്ട് ചെയ്ത ആ ഫയലുകൾ റിക്കവറായിട്ട് യഥാർത്ഥ ക്വാളിറ്റി തന്നെ നമ്മുടെ ആ ഒരു ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മൾ സെലക്ട് ചെയ്ത ആ ഫയലുകൾ അത് ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതുപോലെ വിവിധ സൈസുകളിൽ നമുക്ക് ആ ഒരു ഫോൾഡറിൽ കാണാൻ സാധിക്കും. ഒരു ക്വാളിറ്റി നഷ്ടമില്ല. കണ്ടല്ലോ, വളരെ സിമ്പിളാണല്ലേ. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മൾ ഡിലീറ്റ് ആക്കിയ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത ഒരു സ്റ്റോറേജിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോകളോ വീഡിയോകളോ മറ്റ് ഡോക്യുമെൻറ്റുകളോ ഒക്കെ തന്നെ റിക്കവർ ചെയ്യാനാകും. അത് ഏതെങ്കിലും ഒരു സ്റ്റോറേജിൽ നിന്ന് മാത്രമല്ല, ഇതിപ്പോൾ SD കാർഡിൽ നിന്ന് മാത്രമല്ല, നമുക്ക് പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്, USB സ്റ്റോറേജുകൾ, ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ക്യാമറ ഡിവൈസുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളിൽ നിന്നും നമുക്ക് ഇത്തരത്തിൽ ഫയലുകൾ റിക്കവർ ചെയ്യാനാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു PC-യിൽ കണക്ട് ചെയ്തുകൊണ്ട് ഫയലുകൾ റിക്കവർ ചെയ്യാനാകും. അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അറിവാണിത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.